Welcome back to Xylem Learning. Anuma Miss is here. നമ്മുടെ സോർട്ടിംഗ് മെറ്റീരിയൽസ് ഇൻടു ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എപ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങി കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ വരെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ നിങ്ങൾ കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂവിൽ അറിയേണ്ട കുറേ കാര്യങ്ങൾ കൂടെ പഠിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഒരു മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ സോളിഡ് ലിക്വിഡ് ഗ്യാസ്. നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യമാണ് മെറ്റീരിയൽസിന്റെ സ്റ്റേറ്റ് ഓഫ് മാറ്ററിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന രീതി. സം മെറ്റീരിയൽസ് ക്യാൻ ബി സോളിഡ് ടൈപ്പ്, ഫോർ എക്സാമ്പിൾ റോക്ക്, അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, കോട്ടൺ പറയാം. അതൊക്കെ എന്താണ്, സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ആൻഡ് സം മെറ്റീരിയൽസ് ക്യാൻ ബി ഇൻ ദ ലിക്വിഡ് ഫോം. വാട്ടർ, കെറോസിൻ, പെട്രോൾ, ഇതൊക്കെ എന്താണ്, ലിക്വിഡ് ഫോമിലുള്ള മെറ്റീരിയൽസ് ആണ്. സെയിം ടൈം വി നോ സം ഗ്യാഷ്യസ് പാർട്ടിക്കിൾസ് ടു, അല്ലെങ്കിൽ ഗ്യാഷ്യസ് കോമ്പൗണ്ട്സ് ടു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി നോ അമോണിയ, വി നോ ദ സ്മോക്ക്. ഇതൊക്കെ എന്താണ്, ഗ്യാഷ്യസ് ഫോമിലുള്ള ആളുകളാണ്. അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണ് സോളിഡിന്റെയും ലിക്വിഡിന്റെയും ഗ്യാസിന്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റ്ലേറ്റ്സ്, അവരുടെ ക്യാരക്ടേഴ്സിനെ സ്പെസിഫൈ ചെയ്യുന്ന പോസ്റ്റ്ലേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾസും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ആരെങ്കിലും അല്ലെ നമ്മുടെ കുറച്ചും കൂടെ നല്ല രീതിയിൽ കുറച്ചും കൂടെ കാര്യത്തിൽ ഈ ഒരു സോളിഡ് ലിക്വിഡ് ഗ്യാസിനോടൊപ്പം തന്നെ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ, അതായത് പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ ഏതാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ ആണ് പ്ലാസ്മ. പ്ലാസ്മ ഈസ് ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി നമുക്കിവിടെ പെക്യുലാരിറ്റീസ് ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് സോളിഡ്. സോളിഡ് എപ്പോഴും റിജിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. ഈച്ച് പാർട്ടിക്കിൾ അതെല്ലാവരും എന്താണ്, സോളിഡ് എന്ന് പറയുമ്പോൾ തന്നെ ആ റിജിഡിറ്റി ആണ് നമുക്ക് ഓർമ്മ വരിക. സോ ഇറ്റ് ഈസ് ഇൻ റിജിഡ് ഇൻ നാച്ചർ. ഇറ്റ് ഹാവ് എ ഫിക്സഡ് ഷേപ്പ്. ഒരു കല്ല്, അത് എപ്പോഴും ആ കല്ല് എങ്ങനെയാണ് ഉള്ളത്, അതേ ഷേപ്പിൽ തന്നെയാണ്. നമ്മൾ അത് കല്ലിനെ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടെന്ന് വിചാരിച്ച് അതിന് ഷേപ്പ് ഒന്നും മാറാൻ പോകുന്നില്ല. സോ ദേ ഹാവ് ദ ഫിക്സഡ് ഷേപ്പ്. അടുത്തതാണ് ഫിക്സഡ് വോളിയം. അവയുടെ വോളിയവും എപ്പോഴും എന്തായിരിക്കും, ഫിക്സഡ് ആയിട്ടുള്ളതായിരിക്കും. ദെൻ ലാസ്റ്റ് പോയിന്റ് ഇസ് കനോട്ട് ബി സ്ക്വാഷ്ഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസിബിൾ ആണോ അല്ലയോ, നമുക്കിങ്ങനെ കംപ്രസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കില്ലേ. പ്രഷർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിനെ എന്തെങ്കിലും രീതിയിൽ മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് ആർക്ക് കുറവാണ്, ഈ പറയുന്ന സോളിഡ്സിന് പറ്റത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ. സോളിഡ്സ് കനോട്ട് ബി കംപ്രസിബിൾ. അത് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ഇനി അടുത്തതാണ് ലിക്വിഡ്. ലിക്വിഡ്സ് ആർ നോട്ട് അറ്റ് ഓൾ റിജിഡ് അല്ലെ. അവരെന്തല്ല, റിജിഡ് അല്ല. ആൻഡ് ദേ ആർ നോട്ട് ഇൻ എ ഫിക്സഡ് ഷേപ്പ്. ഒരു കൃത്യമായിട്ടുള്ള ഷേപ്പും ഇവർക്കില്ല. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഷേപ്പ് ഇല്ല എന്ന് നമ്മൾ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഓയിൽ. നമ്മൾ എണ്ണ ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനി അടുത്തതാണ് ഫിക്സഡ് വോളിയം. ഇവർക്ക് എന്തുണ്ട്, ഫിക്സഡ് വോളിയം ഉണ്ട്. 1 ലിറ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ അത് ഏത് കണ്ടെയ്നറിൽ എടുത്താലും 1 ലിറ്റർ തന്നെയാണ് അല്ലെ. അതിലെന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് വരുന്നില്ല. 1 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ, 1 ലിറ്റർ വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ. അത് എവിടെ നോക്കിക്കഴിഞ്ഞാലും അതെന്താണ്, 1 ലിറ്റർ തന്നെയായിരിക്കും അതിൻ്റെ അകത്തുള്ള വാട്ടറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് അനദർ പോയിന്റ് ഇസ് ഇറ്റ് കനോട്ട് ബി സ്ക്വാഷ്ഡ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന പോലെ കംപ്രസിബിൾ ആക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെയും നമ്മൾ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. കനോട്ട് ബി സ്ക്വാഷ്ഡ് തന്നെ പറയാം. എന്നാൽ കൂട്ടത്തിൽ ഗ്യാസസിനെ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ പറയുന്നത് എന്താണ്, ക്യാൻ ബി സ്ക്വാഷ്ഡ് ബൈ അപ്ലൈയിങ് പ്രഷർ. നമുക്കിത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ഇങ്ങനെ കംപ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇവർക്ക് ഫിക്സഡ് വോളിയമോ ഫിക്സഡ് ഷേപ്പോ ഉണ്ടായിരിക്കുന്നില്ല. ദേ ഡു നോട്ട് ഹാവ് ഫിക്സഡ് ഷേപ്പ് ആസ് വെൽ ആസ് ഫിക്സഡ് വോളിയം. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് ദേ ആർ നോട്ട് അറ്റ് ഓൾ റിജിഡ്. ഗ്യാസസ് അല്ലെ ഇങ്ങനെ പരന്ന് നിൽക്കുകയല്ലേ ചെയ്യുക, അവർ റിജിഡ് ആയിട്ടുള്ള ആളുകളല്ലല്ലോ, അവരൊട്ടും റിജിഡ് ആയിട്ടുള്ള ആളുകളുമല്ല. സോ ഈ ഒരു പോയിന്റ് പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടെർമിനൽ എക്സാമിനേഷൻ ആയി കഴിഞ്ഞോട്ടെ, അതേപോലെ തന്നെ എന്താണ് ആനുവൽ എക്സാം ആയിക്കോട്ടെ, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ മാർക്ക് ദ ക്വസ്റ്റ്യൻ, നന്നായിട്ട് പഠിച്ചു വെക്കുക, നല്ല മാർക്ക് മേടിക്കുക. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Until then, bye bye.